കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ അപ്പോൾ ഈ ആഴ്ചത്തെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചത്തെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് ടി വിക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഒന്ന് എമ്പുരാൻ അടിച്ച് കയറുന്ന എമ്പുരാൻ്റെ ബുക്കിങ്ങുകൾ, ബുക്ക് മൈ ഷോയുടെ റെക്കോർഡുകൾ തകർക്കുന്നു, അതൊന്ന്. രണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. കുറേ നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുതിയൊരു സംസ്ഥാന പ്രസിഡന്റിനെ ബി ജെ പിക്ക് കിട്ടുന്നത്. ഇത് രണ്ടുമാണ്. അതുകൊണ്ട് പിന്നെ IPL-ന്റെ ആദ്യത്തെ ആഴ്ചയാണ്. ആദ്യത്തെ കളി കഴിഞ്ഞു, RCBയുടെ കളി കഴിഞ്ഞു. RCB കൽക്കത്ത കളി ഇന്ന് 2 കളിയുണ്ട്. രാജസ്ഥാന്റെ 2 കളിയുണ്ട്. പ്രധാനപ്പെട്ട ഒരു കളി മുംബൈ ചെന്നൈ കളിയാണ്. എൽ ക്ലാസിക്കോ IPL-ലെ എൽ ക്ലാസിക്കോ ഇന്നാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ നമുക്കൊരു രാജീവ് ചന്ദ്രശേഖരനെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനൊരു പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിൽ എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനാക്കി തിരഞ്ഞെടുത്തു? അദ്ദേഹം ഒരു കേരളത്തിലെ BJPയിൽ ഒന്നൊന്നായി വളർന്നു വന്ന ഒരു നേതാവാണെന്ന് പറയാൻ വയ്യ. എന്നിരുന്നാലും ഭാരതത്തിൻ്റെ IT വകുപ്പ് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. നമ്മുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്ന് മത്സരിച്ച് അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് ഒരു 20 ദിവസത്തിൽ 25 ദിവസം അദ്ദേഹത്തിന് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നിട്ടും അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് തിരുവനന്തപുരത്തിനൊരു വികസന സ്വപ്നം, ഒരു വികസന രൂപരേഖ നൽകിയ ഒരു ആളാണ്. ആളൊരു ചില്ലറക്കാരനല്ല. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലെ ടെലികോം വിപ്ലവം കൊണ്ടുവന്നതിൽ പ്രധാനിയാണ് അദ്ദേഹം. പഴയ ആദ്യത്തെ വേവ് ഓഫ് ഇതിൽ BPL എന്ന് പറഞ്ഞ മൊബൈൽ തുടങ്ങിയിട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരമൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്ന്. ഈ കൊച്ചിയിലും തിരുവനന്തപുരം ഒക്കെ ആയിട്ടായിരുന്നു ഈ BPL-ന്റെ ഇത് തന്നെ. അതിന് ക്ലോസ് ടു $1 ബില്യൺ, അതായത് 8,000 കോടി രൂപയ്ക്ക് അടുത്ത് പൈസയ്ക്ക് ഹച്ചൈസൺ SR 2003-ലോ 2004-ലോ വാങ്ങുന്നതോടുകൂടിയാണ് അദ്ദേഹം BPL പോകുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ടെലികോം വിപ്ലവം സാധ്യമാക്കിയ ഒരാളാണ്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്റൽ ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ഇന്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ഒരു ഇദ്ദേഹത്തിനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ ദർശിച്ചതിന് ശേഷം ഒരു കോൾ വരുന്നു US-ൽ നിന്ന്. അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രങ്ക് കോളിംഗ് ആണ്. അപ്പം ട്രങ്ക് കോളിംഗ് വിളിക്കുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് ട്രങ്ക് കോളിംഗ് ഡൽഹിക്ക് വിളിക്കുന്നു, ഡൽഹിയിൽ നിന്ന് ട്രങ്ക് കോൾ കണക്ട് ചെയ്ത് US-ലോട്ട് പോകുന്നു. അപ്പോൾ അത് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഭാരതത്തിലും ടെലികോം സർവീസ് തുടങ്ങിക്കൂടാ? അങ്ങനെ ഒരു വീക്ഷണത്തിൽ നിന്ന്, അത് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, നോട്ട് ജസ്റ്റ് ദാറ്റ് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ വളരെ മിടുക്കന്മാരാണ്. പക്ഷേ അതിന് കൃത്യമായ സൊല്യൂഷൻ നൽകാനോ സൊല്യൂഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യാമെന്നോ കരുതുന്ന ഒരു ജനസമൂഹമല്ല എന്നാണ് നമ്മളെ പൊതുവിൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നത്. ഒരു പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൊല്യൂഷൻ പറ എന്ന് പറയും. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. സ്വന്തമായിട്ട് അനുഭവപ്പെട്ട ഒരു പ്രശ്നമാണ് മൊബൈൽ കൃത്യമായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ഇതിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ്
സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഒരു കമ്പനി ഉണ്ടാക്കുന്നു, BPL മൊബൈൽ. BPL മൊബൈലിനെ ഭാരതത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെലികോം നെറ്റ്വർക്ക് ആക്കി മാറ്റുന്നു. എസ്കോട്ടലും BPL അത് പണ്ടൊരു പാട്ടുണ്ട്, എസ്കോട്ടല്ലോ BPL. കാര്യം അന്ന് രണ്ടേ ഉള്ളൂ, ഒന്ന് എസ്കോട്ടൽ ഒന്ന് BPL. അപ്പം ഭാരതത്തിൻ്റെ ആദ്യത്തെ ടെലികോം വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആൾ. അപ്പം അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു നേതാവ്, അതാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോൾ അത് കേരളത്തിലെ BJPക്ക് മാത്രമായിരിക്കില്ല അതൊരു മുതൽക്കൂട്ടാകുക. കേരളത്തിനൊട്ടാകെ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തി പറക്കാൻ തക്ക വീക്ഷണവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ മാറ്റം ഇൻ ദ ഡെവലപ്മെൻറ്റ് ഡിസ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും, പാർലമെൻറ്റിൻ്റെ സമയത്താണെങ്കിലും മറിച്ചാണെങ്കിലും എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ അധിഷ്ഠിതമായ പൊളിറ്റിക്സ്. അതാണ് അദ്ദേഹം മുന്നിൽ. അതായത് വികസന സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ വേണ്ടിയിട്ടാകട്ടെ എന്ന് നമ്മൾ പ്രത്യേകിക്കുന്നു. അദ്ദേഹം IT ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിട്ടിരുന്നു. അതിനു മുമ്പ് അധികം ആൾക്കാർക്ക് അറിയാൻ മേലാത്തൊരു കാര്യമാണ്, ഇദ്ദേഹം ജനതാദൾ ജനതാദൾ ഗവൺമെൻറ്റാണ് ഇദ്ദേഹത്തെ ആ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്, BJP അല്ല. പക്ഷേ അദ്ദേഹം ജനതാദൾ സർവ്വസമ്മതനായിട്ടുള്ള ഒരാളല്ല. അന്ന് BJP MP-മാരും ഉണ്ട്. BJPയുടെ ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭയിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അത് എല്ലാവരിലും BJPക്കും ജനതാദളിനും എല്ലാവർക്കും സർവ്വസമ്മതനായ ഒരു നോമിനേഷനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014 ഗവൺമെൻറ് വരുമ്പോൾ, അതിൻ്റെ രണ്ടാം വട്ടത്തിൽ ഗവൺമെൻറ് വരുമ്പോൾ 2021 22 കൃത്യമാണ് 21 അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിപ്രാധാന്യമുള്ള ഒരു മിനിസ്ട്രിയുടെ അതിപ്രാധാന്യമുള്ള ഒരു സമയത്തായിരുന്നു അദ്ദേഹം മിനിസ്റ്റർ ആകുന്നത്. കാര്യം ഡിജിറ്റൽ സോവറിനിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹം IT-യുടെ മിനിസ്റ്റർ ആകുന്നത്, MET ആൻഡ് IT-യുടെ മിനിസ്റ്റർ ആകുന്നത്. അദ്ദേഹം ഡിജിറ്റൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ ട്വിറ്ററും ഫേസ്ബുക്കും മറ്റ് പ്ലാറ്റ്ഫോമുകളും മെറ്റയും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് വരെ ചൂഴ്ന്ന് കയറി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു ചോദ്യം. അതായത് നമുക്കൊരു സോവറിനിറ്റി ഉണ്ടല്ലോ, വി ആർ എ സോവറിൻ കൺട്രി. അപ്പോൾ ആ സോവറിനിറ്റിയിൽ ചോദ്യം ചെയ്യുന്ന ഡിജിറ്റൽ സോവറിനിറ്റിയുടെ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വരുന്നു വളരെ നയതന്ത്രപരമായി ടാക്ട്ഫുള്ളായിട്ട് അദ്ദേഹം അതിനെ പല ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ട് അതിനെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു സമയത്തായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആൻഡ് ഹിസ് പെർഫോമൻസ് വാസ് സിംപ്ലി ഔട്ട്സ്റ്റാൻഡിങ്. തിരുവനന്തപുരം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഐ സ്റ്റിൽ ബിലീവ് അദ്ദേഹത്തിന് ഒരു 20 ദിവസമാണ് അവിടെ പ്രചരണം നടത്താൻ വേണ്ടി കിട്ടിയത്. ഒരു മാസമായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം 1 മാസമോ 1.5 മാസമോ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വിജയിച്ചേനെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് 1% ഡിഫറൻസിൽ തോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സീറ്റ്, അതുപോലത്തെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സീറ്റിൽ അത് പരാജയപ്പെടുന്ന പറഞ്ഞാൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നൊരു അഡ്വാൻറ്റേജ്, കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ BJPയുടെ സംഘടന എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ സംഘടനയുടെ വളർച്ചയ്ക്ക് കാരണമായ പല കാര്യങ്ങളും ചെയ്തു. ഈ അടുത്തിടയ്ക്ക് തന്നെ സംഘടനാ ജില്ലകളെ 14 ജില്ലകളെ 30 ജില്ലകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാഠവും അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റി ആൻഡ് സ്കിൽ BJP കണ്ടതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുള്ളായ പ്രസിഡൻ്റായിട്ട് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. 20% വോട്ട് ഒരു പാർട്ടിക്ക് കേരളത്തിൽ, അതായത് 20% വോട്ടെന്ന് പറഞ്ഞാൽ 140-ൽ 28 എം എൽ എമാർ കിട്ടുന്ന അതിന് തക്കമായ വോട്ട് സംഖ്യ കയ്യിലുണ്ട്, വോട്ട് ഷെയർ കയ്യിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊരു ടോപ്പിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊരു നല്ല കാര്യമാണ്. കാര്യം സ്വരം നന്നായപ്പോൾ തന്നെയാണ് അദ്ദേഹം പാട്ട് നിർത്തുന്നത്. BJP അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് നൽകുന്നത് സ്വരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ്. പല കാര്യങ്ങളും ഈ
ശ്രീ കെ സുരേന്ദ്രനെ കുറിച്ച് പല കാര്യങ്ങളും ഞാനിങ്ങനെ ജനറൽ എക്കോസിസ്റ്റത്തിൽ പറയുന്നത് കേട്ടു. കെ സുരേന്ദ്രൻ എന്ന പൊളിറ്റീഷ്യനെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ഇലക്ഷൻ ഭാരതീയ ജനതാ പാർട്ടി തോറ്റതിന് ശേഷമുള്ള പാലക്കാട് ഇലക്ഷനിലെ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് കണ്ടാൽ മതി. ഏറ്റവും സ്റ്റേറ്റ്സ്മാനായിട്ട്, ഏറ്റവും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ നൈപുണ്യങ്ങൾ മുഴുവനും, അദ്ദേഹത്തിൻ്റെ ആ പ്രസിഡൻഷ്യൽ ആ പവറും നൈപുണ്യവും വാക്കിലെ സരസതയും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു 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 പ്രസ് കോൺഫറൻസ് ആയിരുന്നു. അതൊരു പല നമുക്ക് അതിപ്രഗത്ഭന്മാരായ BJP സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടായിരുന്ന ഇതുണ്ട്. ഇതിനു മുമ്പ് കുമ്മനം രാജേട്ടനോ അതിനു മുമ്പ് ശ്രീധരൻപിള്ള സാറോ അങ്ങനെ പലരും ഉണ്ടായിരുന്ന സമയമുണ്ട്. വി മുരളീധരൻജി, ഇവരെല്ലാവരും ഉണ്ടായിരുന്ന സമയമുണ്ട്. ഇവരെല്ലാവരും ഉണ്ടെങ്കിലും അതൊരു ഒരു ഒരു സ്പെഷ്യൽ പ്രസ് കോൺഫറൻസ് തന്നെയായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതല്ല. അപ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിലേക്ക് കൊടുക്കുന്നത് ശക്തമായ ഒരു ഓർഗനൈസേഷനെയാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പവറോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൃഷ്ടിയോടുകൂടി BJP എന്തെങ്കിലും ചലനങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് എൻ്റെ ടേക്ക്. ഇനി നമുക്ക് നിൻ്റെ വിഷയത്തിലേക്ക് പോവാം. എമ്പുരാൻ 27-ാം തീയതി വലിയൊരു റിലീസാണ്, വേൾഡ് വൈഡ് റിലീസാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ലൂസിഫറിൻ്റെ അടുത്ത ഭാഗം, അതായത് മുരളീഗോപി പറഞ്ഞത് ഒരു സാൻഡ്വിച്ചിൻ്റെ മിഡ് പീസ്, അതാണ് എമ്പുരാൻ എന്നാണ്. അപ്പോൾ എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. 6 മണിക്ക് തന്നെ എല്ലാവരും പോവാണ്. പല കമ്പനികളും എങ്ങാണ്ട് അവധിയൊക്കെ കൊടുത്തു എന്നൊക്കെ കേട്ടു. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ്. പിന്നെ ലാലേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവെന്നല്ല, അദ്ദേഹത്തിന്റെ ഒരു ലാലേട്ടനൊന്ന് തുരിഞ്ഞിറങ്ങിയാൽ അതെ പൊട്ടാവുന്ന റെക്കോർഡുകൾ മാത്രമേ ഉള്ളൂ. പല റെക്കോർഡ് ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നു കേൾക്കുന്നു. പിന്നെ അതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ്, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിനിമയാണിത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം 100-150 സിനിമകൾ കഴിഞ്ഞു അദ്ദേഹത്തിന് അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഫിലിം സ്കൂളിലും പോയിട്ടില്ല അദ്ദേഹത്തിന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യത്തെ സിനിമ തന്നെ നമ്മൾ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ. എല്ലാവരും ഭയങ്കര ക്ലാസ് ടച്ചാണ് പുള്ളിയുടെ. ഒരു മാസി സീനെ എങ്ങനെ ക്ലാസ് ആക്കി ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൂസിഫറിലെ ടൊവിനോയുടെ ഒരു രംഗമുണ്ട്. അത് ഭയങ്കര ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഒരു ഗിമിക്സ് ഒന്നും ഇല്ല അതിൽ. പിന്നെ ലാലേട്ടൻ ഒരു അത് മറ്റേ എനിക്ക് അറിയാം പറയാൻ, അത് ഭയങ്കര രസിച്ച്. പിന്നെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൂസിഫറിലെ ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്ന സീനുണ്ട്, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് മറ്റേ ആദ്യം. അത് ആ സീനോട് നമ്മൾ ഇന്നാവുകയാണ് ഭയങ്കര. സ്റ്റീഫൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. സ്റ്റീഫന്റെ വോളിയം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഒറ്റ സീനേ ഉള്ളൂ. പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ 3 മണിക്കൂർ അടുത്തുണ്ട്. അതിൽ 50 മിനിറ്റ് എങ്ങാണ്ട് ഈ പറയുന്ന മോഹൻലാലുള്ളൂ. ആ മോഹൻലാൽ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ ആ സിനിമയിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് സ്റ്റീഫൻ, വാട്ട് ഈസ് സ്റ്റീഫൻ, എന്താണ് സ്റ്റീഫൻ, ആരാണ് സ്റ്റീഫൻ എന്നറിയാനുള്ള ഒരു അതേ സാധനം തന്നെയാണ് നമ്മുടെ എമ്പുരാന്റെ ട്രെയിലറിനകത്ത് കാണുന്നത്. ആരാണ് എബ്രാം ഖുറേഷി, ആരാണ് സ്റ്റീഫൻ എന്നുള്ള ചോദ്യം തന്നെയാണ് ആ ട്രെയിലറിന് മൊത്തം കാണുന്നത്. അപ്പോൾ പലയിടത്തും ഷൂട്ട് ചെയ്തു സിനിമ, വേൾഡ് വൈഡ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. അതിന്റെ ബഡ്ജറ്റ് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല എത്രയാണ്. അപ്പോൾ എത്ര ബഡ്ജറ്റ് നിങ്ങൾ പറഞ്ഞാൽ പറയുന്നത് അതൊരു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസും ഇന്റർവ്യൂസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ പടം ഒരു ഹൈപ്പ് പടമാണ്. ആണ്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും ഫസ്റ്റ് ഷോ തന്നെ കാണാനുള്ള. അതെ, 6 മണിക്ക് തന്നെ എല്ലാവരും ബുക്ക് ചെയ്യണം. അതായത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഫില്ലാവുകയാണ് എല്ലാം. അതിന്റെ ബുക്ക് മൈ ഷോയ്ക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി. ബുക്ക് മൈ ഷോയുടെ വെബ്സൈറ്റ് ചെയ്തു പോയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ സ്കോപ്പുള്ള മുരളീഗോപി ഒരു ഗംഭീര സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല കൊമേഴ്ഷ്യലി സക്സസ് ആകാത്ത കുറച്ച് പടങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു മലകൾട്ട് പടമൊന്നും എടുക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ്. അതായത് ഇപ്പോൾ പറയുമല്ലോ മലകൾട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകളൊന്നും അല്ലായിരിക്കും. എന്തെങ്കിലും ആൾക്കാർക്ക് എന്താ പറയുക ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ക്രിപ്റ്റുകളേ ഉള്ളായിരിക്കും. അല്ലാതെ അത് മോശം സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ല. അപ്പം അതിൻ്റെ രസികൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. നമ്മൾ രസികൻ പുള്ളിയുടെ ആണോ നമ്മൾ ചിന്തിക്കും. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് രസികനാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞൊരു ഗംഭീര സിനിമയാണ്. പിന്നെ ലെഫ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റാണ് അത്. അതെ, കേരളത്തിലെ സമകാലീന സംഭവങ്ങളെ, സമകാലീന യാഥാർത്ഥ്യങ്ങളെ ഒരു രസകരമായ ചേരുവകളോട് കാണിച്ചൊരു സിനിമയാണ്.
പിന്നെ ടിയാൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. അതിനുശേഷം ആരും പറയാത്തൊരു അൺറൈറ്റഡ് സിനിമയുണ്ട് പുള്ളിയുടെ, കമാര സംഭവം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കമാര സംഭവം ഗംഭീര സിനിമയാണ്, കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. പക്ഷെ അതിന്റെ എങ്ങനെയാണത്, അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ഹിസ്റ്റോറിക് കണ്ടന്റ് പറയും, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അതിനെ സ്കൂഫാക്കി എങ്ങനെ ഒരു ചരിത്രകാരന്മാരെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നുള്ളൊരു കാര്യം കാണിക്കുന്നു. ഭയങ്കര രസത്തിലാണ് ചെയ്തേക്കുന്നത്. പലർക്കും അത് എന്താണെന്നുള്ളൊരു ഇത് ആദ്യം അതിന്റെ ട്രെയിലറിന്റെ ആൾക്കാർ എങ്ങനെയാണ് ട്രെയിലറിനെ പലരോട് ചോദിക്കുന്നത്. ഞാനിങ്ങനെ പലരോട് സംസാരിക്കുന്ന നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ എല്ലാവരുടെയും ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മേളിലായി പോകുമോ എമ്പുരാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മേളിലായി പോകുമോ എമ്പുരാൻ. സാധാരണ ഒരു സത്യത്തിൽ നമ്മളിപ്പോൾ എമ്പുരാൻ്റെ ഈ മാസീവ് ബ്ലോക്ക് ബുക്കിംഗ് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം എല്ലാവരും വിജയുടെ ഒരു ലിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സാധനം, അങ്ങനെ ഒരു ജവാൻ, പുഷ്പ, ജവാൻ, അങ്ങനത്തെ സിനിമകൾ വലിയ വലിയ തട്ടുപൊളിപ്പൻ സിനിമകൾ കാണാൻ പരിപാടിയേ അല്ലെന്ന് തോന്നുന്നു. അതെ, അതാണ് ചില ആൾക്കാർ പേടിയായിട്ട് പറയുന്നത്. കാര്യം അങ്ങനെ ഒരു പരിപാടി അല്ലാണ്ടിരിക്കുമ്പോൾ പുള്ളി ഗിംസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ക്ലാസിക് ടച്ചോടെ ചെയ്യുന്ന എല്ലാം. അനാമോർഫിക് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ, അനാമോർഫിക് ലെൻസ് എന്ന് വെച്ചാൽ ഡെപ്ത് കൂടുതലായിരിക്കും അതിന്റെ. ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാറിലെങ്ങാണ്ട് ശത്രുക്കളെ കാണാൻ വേണ്ടി വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അത്. അപ്പൊ അതിന്റെ ഈ അനാമോർഫിക്, അപ്പം ഈ വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്റെ സംശയമാണ് നമ്മൾ ഡെപ്ത് ഭയങ്കരമായിരിക്കും. അതുപോലത്തെ ലെൻസാണ് ഈ മലൈക്കോട്ടെ വാലിബിന്റെ അത്തരത്തിൽ? അല്ല, അനാമോർഫിക് ലെൻസ് ഉപയോഗിച്ച സിനിമകൾ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് റണ്ണർ എന്ന് പറഞ്ഞ പടം. ബ്ലേഡ് റണ്ണർ അതിനകത്ത് ഷോട്ടുകൾ ഉണ്ടല്ലോ, ഭയങ്കര വൈഡ്, ഭയങ്കര രസമാണ്. ഭയങ്കര ഡെപ്ത്, വൈഡായിട്ട് എടുക്കുന്നു എന്നുള്ളതല്ല, വൈഡ് ആയിട്ടുള്ള സാധനത്തിന്റെ ഡെപ്ത് ഭയങ്കരമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു പടം, അതൊക്കെ ഈ അനാമോർഫിക്. ഞാൻ ഈ പീക്കി ബ്ലൈൻഡേഴ്സ് അനാമോർഫിക് ലെൻസിൽ എടുത്തെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ച് അറിയാം? അതാണെന്ന് തോന്നുന്നു, അറിയില്ല. അത് പറഞ്ഞാൽ അതിന്റെ ഡെപ്ത് കൂടുതലായിരിക്കും അതിന്റെ നമുക്ക്. പക്ഷെ ആ സിനിമ ഡെപ്ത് കൂട്ടാനെന്ന് ആണെങ്കിൽ എത്ര സ്ഥലം ബ്ലോക്ക് ചെയ്യണം ആ സ്ഥലങ്ങളെല്ലാം. അപ്പൊ വിദേശത്ത് പോകുമ്പോൾ അത്രയും സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അല്ല പ്രശ്നമല്ല, അതൊരു കഴിവല്ലേ അദ്ദേഹത്തിന്റെ. അത് അങ്ങനെ അത്രയും സ്ഥലങ്ങൾ ഇപ്പൊ ന്യൂയോർക്കിൽ ഒരു സിറ്റി ഫുള്ള് കാണിക്കുമല്ലേ. അതെ, അതുപോലെ തന്നെ മറ്റേ ഐമാക്സിൽ ഇറങ്ങുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. ഐമാക്സിലെ വലിയ സ്ക്രീനുകളിൽ കാണിക്കാനുള്ള, പക്ഷെ അത് ഡിജിറ്റൽ സ്ക്രീൻ അല്ലല്ലോ, ഡിജിറ്റൽ ആയിട്ടല്ലേ എടുക്കുന്നത്, അല്ലാതെ ഫിലിം അല്ലല്ലോ. അപ്പൊ എമ്പുരാൻ 27-ാം തീയതി നമുക്കറിയാം. എമ്പുരാന് മുമ്പ് 27-ാം തീയതിക്ക് മുമ്പ് എന്തായാലും നമ്മൾ 1-2 തവണയും കൂടെ എങ്കിലും എമ്പുരാനെ കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ഭയങ്കര സംസാര വിഷയമാണ് എല്ലായിടത്തും. ഹൈപ്പ് പോരാ, അതിന്റെ പ്രൊമോഷൻ പോരെന്ന് പറഞ്ഞായിരുന്നു ആദ്യം പ്രശ്നം. പിന്നെ അതിന്റെ ഒരു പ്രൊഡക്ഷന്റെ ലൈക്കായിട്ട് എന്തൊരു വഴക്കുണ്ടായി. അത് നമ്മുടെ ഗോകുലം ഗോപാലൻ വന്ന് സെറ്റാക്കി, അതേ ഒരു നായകനെ പോലെ കടന്നു വന്ന് എല്ലാം ശരിയാക്കുമായിരുന്നു. അതിന് ശേഷമുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പടക്കുന്നായിരുന്നു കയറിയത്. ട്രെയിലർ വന്ന രാത്രിയിലാണ്, രാത്രി 12:30 രാത്രി വന്ന് അപ്പൊ തന്നെ അത് വേൾഡ് വൈഡ് അങ്ങ് പോയി. അതെന്തോ ഒരു ലീക്ക് ആയതാണെന്ന് കേൾക്കുന്നു. പക്ഷെ വളരെ ഗംഭീരമായിട്ടുള്ള ട്രെയിലർ ആയിരുന്നു. ഈ എമ്പുരാന്റെ ഈ ഒരു ബോംബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലീസ് മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും. അതെ, നമുക്ക് പറയാം. കഴിഞ്ഞ വേറെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ഇവരുമൊക്കെ, ആരാ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഇവരെല്ലാവരും കൂടെ പല മലയാളം യൂട്യൂബർമാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെ പൃഥ്വിരാജും മോഹൻലാലും നാഷണൽ ലെവലിലാണ് കൊടുക്കുന്നത്. ബോംബെയിലും ഹൈദരാബാദിലും എല്ലാം. ദുബായിൽ പ്രൊമോഷൻ ഉണ്ട്. അതൊരു മെഗാ ലെവൽ ഇവന്റ് ആയിട്ട് തന്നെയാണ്, വലിയ സംഭവമായിട്ട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. അതെ, നമുക്ക് കാണാം. വിജയിക്കട്ടെ എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ടൊരു സിനിമ, ഒരു ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന സിനിമ. അങ്ങനത്തെ ക്രൂ എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് ചെയ്തേക്കുന്ന ക്രൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മലയാള സിനിമ, ഈവൻ ടു ആൻ എക്സ്റ്റെന്റ് ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂവിനെ തന്നെയാണ്. വിദേശത്തുള്ള താരങ്ങളാണെങ്കിലും എല്ലാവരെയും ഇത്രയും. അപ്പം അതിനകത്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ പൃഥ്വിരാജ് പറയുന്നത് കേട്ടു, നമ്മൾ പലരെയും വിളിക്കുന്നുണ്ട്. അതായത് ഹോളിവുഡിലെ എ ലിസ്റ്റേഴ്സിനെ വരെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വരുന്നു. പക്ഷെ അതൊരു ഗെയിം ഓഫ് ത്രോൺസിലെ ഒരു സംഗതി കളറാകുന്നതാണ്. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ റോൾ, ഇപ്പൊ ലൂസിഫറിൽ ശ്രദ്ധിച്ചാണ്, ചെറിയ റോളുകൾ വരെ നമുക്ക് സുപരിചിതമായ മുഖങ്ങളാണ്. ചെറിയ റോളുകൾ വരുന്നത്, അതായത് നമുക്ക് പെട്ടെന്ന് ഇവരുണ്ട്
അതായത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയെങ്കിലും അതായത് ഏറ്റവും ഈ ഒരു സീനിൽ മാത്രമുള്ള ചായ തരുന്ന ഒരു ചേട്ടനാണെങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അഭിനയിക്കണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടറെ തന്നെ കാസ്റ്റ് ചെയ്യും. ഞാൻ സുരാജ് ഇല്ല കഴിഞ്ഞ ദിവസം സുരാജ് കോമഡി ആയിട്ട് പറയുന്നത് കേട്ടു, ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ, അതായത് സുരാജ് വെഞ്ഞാറമ്മൂട് ഇല്ലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് ഏതായാലും മാറി. സുരാജിന്റെ ഒരു വെറൈറ്റി കഥാപാത്രമാണെന്ന് തോന്നുന്നു. ട്രെയിലർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ മാർവലിന്റെ ട്രെയിലർ കാണുന്നത് പോലെയാണ് ഇപ്പോൾ ലൂസിഫറിന്റെ ട്രെയിലർ നമ്മൾ എമ്പുരാന്റെ ട്രെയിലർ നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു കാര്യം. ഇനി എമ്പുരാനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എമ്പുരാൻ മാത്രമേ ഉള്ളൂ. വളരെ നമുക്ക് നേരെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് പോകാം. IPL തുടങ്ങി. ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് IPL? ഞാൻ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വർഷം ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം മുംബൈ ഇന്ത്യൻസ് അല്ലല്ല, ചെന്നൈ തന്നെയായിരുന്നു. എനിക്ക് രാജസ്ഥാനെ ഇഷ്ടമാണ്. സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്, പക്ഷേ ധോണി കളിക്കുന്നുണ്ട്. എനിക്കെപ്പോഴും അടുത്താണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. എനിക്കിഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. ഞാൻ ആദ്യം ഗാംഗുലി ഉണ്ടായ സമയത്ത് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നെങ്കിലും അതിനുശേഷം ഇതാണ് രാജസ്ഥാൻ റോയൽസ് ആണ്. സഞ്ജു സാംസൺ ഉള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ പയ്യൻ നമ്മുടെ ചിക്കൻ ആ ഒരു ഫീൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത്തവണ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ് കിട്ടിയല്ല, വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ് പദ്ധതി. അതെ, 18 വർഷമായിട്ട് കളിക്കുന്നത്. 18 വർഷമായി. അതെ, എന്നാണോ തുടങ്ങിയത് അന്ന് തൊട്ടുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ, അതായത് അന്നത്തെ അണ്ടർ-19 കപ്പടിച്ച ടീമാണ്. അന്നത്തെ അണ്ടർ-19 കപ്പടിച്ച ടീമിനെ ആൾക്കാരെ ഡ്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പം ഏറ്റവും ആദ്യം ഡ്രാഫ്റ്റ് കളിക്കാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇത് ചാൻസ് കൊടുത്തേക്കുന്നത് ഡൽഹിക്കാണ്. രണ്ടാമത്തെ ചാൻസ് ആണ് RCBക്ക്. ഡൽഹി അന്നത്തെ അണ്ടർ-19 ടീമിന്റെ ഫാസ്റ്റ് ബോളറായ പ്രദീപ് സാങ്വാനാണ് ടീമിലെടുക്കുന്നത്. അവർക്ക് വിരാട് കോഹ്ലി എടുക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ എടുക്കാതെ പ്രദീപ് സാങ്വാനെ വിളിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വിരാട് കോഹ്ലി അന്ന് അവരാദ്യം വിളിച്ചിരുന്നെങ്കിൽ വിരാട് കോഹ്ലി ഒരു ഡൽഹി പോയി. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചു ഡൽഹി പോയി. അപ്പം ഡൽഹി പോയാണ്. പ്രദീപ് സാങ്വാൻ ഡൽഹി പോയി തന്നെയാണ്. അതുകൊണ്ട് അവർ പ്രദീപ് സാങ്വാനെ വിളിച്ചു. അല്ലെങ്കിൽ ചരിത്രം മറ്റൊന്നായനെ, സംഗതികൾ മാറിയില്ല. പക്ഷെ അന്നത്തെ ഡൽഹി ടീമിനെ സംബന്ധിച്ച് 2008 ഡൽഹി ടീമിനെ സംബന്ധിച്ച് അന്ന് വീരേന്ദ്ര സെവാഗ് ഉണ്ട്, വീരേന്ദ്ര സെവാഗ്, ഗൗതം ഗംഭീർ, ശിഖർ ധവാൻ, ദിൽഷൻ, ഷോയബ് മാലിക്, ബോളിങ്ങിനാണെങ്കിൽ ഗ്ലെൻ മഗറാത്ത്, മുഹമ്മദ് ആസിഫ്, അങ്ങനെ എല്ലാ കളിക്കാരും ഉള്ള ഒരു ഡേവിഡ് വാർണർ. അവരുടെ സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു തീക്കാത്ത ബോളിങ്ങിന് വരുന്ന ഒരു അതെ ഡൽഹി ഡെയർ ഡെവിൾസ് ആയിരുന്നു ടീം. എന്നാൽ ഡൽഹി ഡെയർ ഡെവിൾസിന്റെ ടീമിൽ നിന്ന് അന്ന് വന്ന ചരിത്രം മാറിയേനെ. പക്ഷേ he has always been a loyal player for Royal Challengers Bangalore. ആദ്യത്തെ കളി അവർ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചു. കൊൽക്കത്ത തോൽപ്പിച്ചു. രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ആദ്യത്തെ വിജയം. ഓർക്കുന്നത് ഫസ്റ്റ് IPL ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇതേ ഗെയിം ബ്രണ്ടൻ മക്കല്ലം, അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും ഇതിവിടെയാന്ന് മാത്രമേ ഉള്ളൂ. ബ്രണ്ടൻ മക്കല്ലം അടിച്ച് അന്ന് കൊളുത്തിയ തീയാണ്. ആ വെടിക്കെട്ട് ഇന്ന് വരെ തീർന്നിട്ടില്ല. അന്ന് കൊളുത്തിയ വെടിക്കെട്ട് എന്നും ഒരു എന്റർടൈൻമെന്റ് പരിപാടിയായിരിക്കും. അതെ, തോറ്റാലും ജയിച്ചാലും. കഴിഞ്ഞ ദിവസം RCBയുടെ ഒരു പരിശീലന മത്സരത്തെ കുറിച്ച് പറയുന്നത് കേട്ടു. പരിശീലന മത്സരത്തിൽ RCB 350 അടിച്ചു എന്നുള്ളതാണ് വാർത്ത. RCBയുടെ ബോളർമാരും ബാറ്റ്സ്മാൻമാരും എറിഞ്ഞത് RCBയുടെ ബോളർമാരാണ്. അതാണ് RCBയുടെ എന്റർടൈൻമെന്റ് ഏറ്റവും. പൈസ കൊടുത്ത് ഇങ്ങനത്തെ ബോളേഴ്സിനൊക്കെ മേടിക്കുക എന്നുള്ളതാണ് ഒരു ഫണ്ട്. അവര് ചെയ്ത മണത്തിൽ തോന്നാൻ എനിക്ക് തോന്നുന്നു KL രാഹുലിനെ വിട്ടത്. KL രാഹുലിനെ വിട്ടിട്ട് മറ്റേ സർഫറാസ് ഖാൻ ടീമിലെടുത്തു. പക്ഷേ അത് പറയാൻ പറ്റത്തില്ല. ഓരോ ടീം മാനേജ്മെന്റിനും അതിൻ്റെതായ ആശയങ്ങളുണ്ട്. പഞ്ചാബ് നല്ല ടീമാണ്. എല്ലാ ടീമും ഇത്തവണ ഒന്നിനൊന്നും. എനിക്ക് എന്റെ ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ആണ് ഇത്തവണ ഏറ്റവും മികച്ച ടീം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബുംറ കളിക്കുന്നുണ്ടോ? ബുംറ കളിക്കുന്നുണ്ടോ അറിയത്തില്ല. കളിക്കുകയാണെങ്കിൽ നല്ല. പക്ഷെ ആര് കളിച്ചാലും എല്ലാ ടീമുകളും ഇത്തവണ ഒന്നിനോടൊന്ന് കിടപിടിക്കുന്ന ടീമുകളാണ്. ഒരു ടീം അതിനകത്ത് മോശമില്ല. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞ് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു കളിയുണ്ട്. അതിലെ വെടിക്കെട്ട് നമുക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത്. സ്കോർ കൂടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം അടി തുടങ്ങുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും IPL കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കാണും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു നല്ലൊരു എപ്പിസോഡായിരുന്നു. പരിപാടി തീർന്നു, നിങ്ങൾ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, subscribe, comment, whatever you want to do, please do that.
താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.